തൃശൂർ എം.എൽ.എ. പി ബാലചന്ദ്രന്റെ ഹൈന്ദവ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് എം.എൽ.എ. ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എം.എൽ.എ. സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത ബാലചന്ദ്രൻ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുതൽക്കേ പി ബാലചന്ദ്രനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. രാവിലെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധ മാർച്ച് എം.എൽ.എ. ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ എന്നല്ല ലോകത്തിലെ മുഴുവൻ വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന പി ബാലചന്ദ്രനെതിരെ നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പി ബാലചന്ദ്രനെ പോലെയുള്ള ഒരാൾക്ക് അദ്ദേഹം എം.എൽ.എ. എത്ര നെറികെട്ട ഇവിടുത്തെ പൊതുജനങ്ങളെ അപമാനിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരു പ്രസ്താവനയാണ് CPIയുടെ ഭാഗത്തുണ്ടാകുന്നത്. അത്തരത്തിലുള്ള നികൃഷ്ടനായ വ്യക്തി, ബോധമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു വ്യക്തിയെയാണ് CPI അവരുടെ പാർട്ടിയുടെ നേതാവായിട്ട് അവര് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ബാലചന്ദ്രനോട് ബാലചന്ദ്രന്റെ രാജി ആവശ്യപ്പെടുന്നതെന്താണ് കേരളത്തിലെ ഹിന്ദു സംഘടനകൾക്ക് പറയാനുള്ളത്? ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും മോശമായി ചിത്രീകരിച്ച എം.എൽ.എ. കഴിഞ്ഞ ദിവസം ഖേദപ്രകടനം നടത്തിയിരുന്നു. എന്നാൽ ഹൈന്ദവ മതവികാരത്തെ വ്രണപ്പെടുത്തിയ ബാലചന്ദ്രൻ രാജിവെക്കണമെന്ന് തന്നെയാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. പ്രതിഷേധ മാർച്ചിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി അശോകൻ, വിശ്വ ഹിന്ദു പരിഷത്ത് മഹാനഗർ പ്രസിഡന്റ് മോഹൻ മേനോൻ, ഹരി മുള്ളൂർ, മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ.